ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു 2 ആപ്പിളും 4 മുട്ടയും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്സ് തന്നെയാണ്. നമ്മൾ കണ്ണൂർക്കാർ ഇതിന് കുംസ് എന്ന് പറയും. പഴയ കാലത്ത് ഓവണൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഉമ്മാമാരൊക്കെ കണ്ടുപിടിച്ചതാണ് ഈ അടുപ്പത്ത് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, അതായത് കേക്ക് പോലെയുള്ള ഒരു സംഭവം. ഇതിൽ ഓയിൽ ഒട്ടും ചേർക്കുന്നില്ല, പക്ഷെ നല്ല സിമ്പിളായിട്ട് നല്ല ടേസ്റ്റായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. ഞാനിവിടെ കുംസിൽ ഒരു 2 ആപ്പിളും കൂടി ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അതായത് നമ്മുടെ ആപ്പിൾ അപ്സൈഡ് ഡൗൺ കേക്കില്ലേ, ആ ഒരു മോഡലിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു കുംസിൻ്റെ പ്രത്യേകത വെച്ചാൽ ഒട്ടും ഓയിൽ ചേർക്കുന്നില്ല എന്നതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് റെസിപ്പിയിലേക്ക് കടക്കാം. ഞാനിവിടെ ഒരു 2 ആപ്പിൾ എടുത്തിട്ട് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ തിന്നായിട്ട് നീളത്തിൽ സ്ലൈസ് ചെയ്തെടുക്കുന്നുണ്ട്. വലിയ ആപ്പിളാണെങ്കിൽ 1 മതിയാവും. ഇതിപ്പോൾ ചെറിയ മീഡിയം സൈസിലുള്ള ആപ്പിളായതുകൊണ്ട് ഞാൻ 2 എണ്ണം എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെക്കാം. ഫസ്റ്റ് അതിലേക്ക് കുറച്ച് ഷുഗർ കാരമലൈസ് ചെയ്യണം. അപ്പോൾ കുഴിയുള്ള ഇതുപോലെയുള്ള നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാകുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാണ്. അതിലേക്ക് ഒരു 1/3 കപ്പ് ഷുഗർ ഇതുപോലെ ഒരു ലെയർ പോലെ സ്പ്രെഡ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഒരു സൈഡിൽ നിന്ന് കുറേശ്ശെ ഷുഗർ ഇതുപോലെ കാരമലൈസ് ആയിട്ട് വരുമ്പോൾ മാത്രം നമുക്കൊരു സ്പൂണോ അല്ലെങ്കിൽ ഒരു സ്പാറ്റിലോ വെച്ചിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കാം. മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് തന്നെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഗീയോ അല്ലെങ്കിൽ ബട്ടറോ ചേർത്ത് കൊടുക്കാം. ഇതെന്തിനാ വെച്ചാൽ നമ്മുടെ കുംസിൻ്റെ അടിഭാഗം നല്ലൊരു കളറും അതുപോലെ തന്നെ നല്ലൊരു മുരിഞ്ഞ് കിട്ടാനും വേണ്ടിയിട്ടാണ്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ച ആപ്പിൾ മുഴുവൻ ഇതിനകത്ത് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് വേറൊരു ബൗളെടുക്കാം. അതിലേക്ക് ഒരു 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ നിറച്ചും പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2 പിഞ്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ എസൻസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ബദാം മിക്സിൻ്റെ എസൻസ് ഒരു 3 ഡ്രോപ്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ സിനമൺ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടിയിട്ട് ഒരു 10 മിനിറ്റെങ്കിലും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഹാൻഡ് വിസ്ക് വെച്ചിട്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൈ വെച്ചിട്ട് ബീറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ കുറച്ച് ടൈം എടുക്കുന്നേ ഉള്ളൂ, അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്, നന്നായിട്ട് പതിഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. ആ ഷുഗർ എടുത്ത് അതേ സ്പൂണിൽ തന്നെ മൈദ എടുക്കണേ. അപ്പോൾ 4 മുട്ട, 4 ടേബിൾ സ്പൂൺ ഷുഗർ, 4 ടേബിൾ സ്പൂൺ മൈദ, ഇതാണ് അതിൻ്റെ ഒരു കണക്ക്. ഇനി നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഓവർ മിക്സ് ചെയ്യരുത്, കേക്കിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ സ്ലോലി ഫോൾഡ് ചെയ്തെടുക്കാം. 4 ടേബിൾ സ്പൂൺ മൈദയിലുള്ളൂ, പെട്ടെന്ന് മിക്സായി കിട്ടും. ഈ ഒരു ബാറ്ററിലേക്ക് നമുക്ക് എസൻസിന് പകരം ഏലക്കായ് പൊടിച്ചതും ചേർത്ത് കൊടുക്കുക. പിന്നെ കൊക്കോ പൗഡർ അതുപോലെ തന്നെ ബൂസ്റ്റൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ആ ചോക്ലേറ്റ് ഫ്ലേവറുള്ള ഒരു കുംസാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ചേർത്തിട്ട് ഇത് ഉണ്ടാക്കാൻ പറ്റുമേ. അപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡിയാണ്. ഇനി നമുക്കിത് ഈ ആപ്പിളിൻ്റെ മുകളിലേക്ക് മെല്ലെ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് എല്ലാ ഭാഗത്തും ഒരുപോലെ ആക്കിയിട്ട് ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അടുപ്പത്ത് വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു കട്ടിയുള്ള ഓട് വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി തീ കുറച്ച് വെക്കുക, മീഡിയം ഹൈ ഫ്ലെയിമിൽ, തീരെ ലോ ഫ്ലെയിമല്ല, മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഒരു 18 മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ ഇത് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്, നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി കുംസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ചൂടോടുകൂടി തന്നെ നമുക്കിതൊന്ന് ഇതുപോലെ ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ആപ്പിൾ
അപ്സൈഡ് ഡൗൺ കുംസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അടിപൊളി കേക്കാണ്. ചൂടോട് കൂടി കഴിക്കാനും അതുപോലത്തെ തണുപ്പിച്ച് കഴിക്കുമ്പോൾ അതിൽ കൂടുതൽ ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്സ്, സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും താങ്ക് യു.